സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഓർ യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിംഗ് സ്ഫിയർ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ അല്ലെങ്കിൽ യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് കണ്ടക്ടിംഗ് സ്ഫിയർ ആണ്. അത് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഗോസസ് തിയറം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാലും അതേപോലെ യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിംഗ് സ്ഫിയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ ഹോളോ സ്ഫിയർ, ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു സ്ഫിയർ, അതിന് നമ്മൾ ചാർജ് കൊടുത്താൽ ആ ചാർജ് ആ സ്ഫിയറിന്റെ സർഫസിൽ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതുപോലെ നിങ്ങളൊരു കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിനാണ് ചാർജ് കൊടുക്കുന്നതെങ്കിലും ആ ചാർജ് അതിന്റെ സർഫസിൽ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. അത് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ചോദിച്ചാൽ, യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ചോദിച്ചാലും സോൾഡ് കണ്ടക്ടിങ് സ്ഫിയറിനെ കുറിച്ച് ചോദിച്ചാലും സെയിം ആണ്, സെയിം ഡെറിവേഷൻ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് കടക്കാം. നമുക്ക് ഒരു സ്ഫിയർ തന്നിട്ടുണ്ട്, സ്ഫെറിക്കൽ ഷെൽ അല്ലെങ്കിൽ കണ്ടക്ടിങ് സോൾഡ് സ്ഫിയർ. ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജ്ഡ്. The charge given to the sphere or spherical shell is positive. അപ്പോൾ ആ ചാർജ് അതിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. പോസിറ്റീവ് ചാർജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. നെഗറ്റീവ് ചാർജ് ആണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും on its surface. Okay, let us assume the radius of the sphere is r. And the charge given to the spherical shell or sphere is q. Since the given charge is uniformly distributed over its surface, then we can say it has a surface charge density. കാരണം സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് അതിന് എന്ത് ചാർജ് ഡെൻസിറ്റിയാണ് ഉണ്ടാവുന്നത്? സർഫസ് ചാർജ് ഡെൻസിറ്റി. അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ യു ടേക്ക് ഇറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് സിഗ്മ. ഓക്കെ, ആൻഡ് വി വാണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്. അപ്പൊ പോയിന്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ പോയിന്റ് ഉള്ളത്? ഒന്നുകിൽ ആ പോയിന്റ് ഇവിടെയാവാം, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സ്ഫിയർ, അല്ലെങ്കിൽ ഇതിന്റെ സർഫസിലാവാം, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലാവാം. അപ്പോൾ നമുക്ക് മൂന്ന് സ്ഥലങ്ങളിലായിട്ട്, മൂന്ന് പോയിന്റുകളിലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഒന്ന് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ, രണ്ട് ഓൺ ദ സർഫസ്, ആൻഡ് തേർഡ് വൺ ഇൻസൈഡ് ദ ഷെൽ. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ഫിയറിന്റെ ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. സോ കൺസിഡർ the point is P at a distance r from the center of the sphere at the outside point. At the outside point means r is greater than capital R. The distance to the point is greater than the radius of the shell. Okay, now we want to apply the Gauss's theorem. For applying Gauss's theorem, first we consider a Gaussian surface. So here I am considering a spherical Gaussian surface of radius r. So this is the Gaussian surface of radius r. Then we can apply Gauss's theorem. So according to Gauss's theorem, electric flux is given by phi is equal to closed surface integral E vector dot ds vector is equal to Q enclosed divided by epsilon 0. Here
E dot ds means E ds cos theta. Theta is the angle between E and ds. So we want to find the direction of electric field vector and elemental area vector. So first we consider an elemental area here. This is the elemental area ds. ds is the elemental area here. And the direction of electric field means here it is positively charged sphere. So the direction is radially outward. So we can extend this radius vector. So this is the direction of electric field. And what is the direction of elemental area? It is perpendicular to the surface, outward, normal to the surface. So in the case of curved surface, it is along this direction, that is along the radius again. So the elemental area vector ds is also in this direction. So E and ds are in the same direction, that is they are parallel. So electric field vector is parallel to the elemental area vector, which means the angle between them is 0 degree. Isn't it? Okay, so you can substitute here. So this is equal to E dot ds. Therefore, E dot ds is reduced to E dot ds is reduced to E ds. Because E dot ds is E ds cos theta, cos 0 is 1. So this equation is rewritten as closed surface integral E ds is equal to Q enclosed. Q enclosed means charge, this is the charge inside the Gaussian surface. So this is the Gaussian surface, this is the charge inside the surface. So it is Q. So you can take Q enclosed is Q. Q divided by epsilon 0. Here electric field at this point is E. Now if you are considering the point here or here, നിങ്ങൾ ഈ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണെങ്കിലും എല്ലാം ഇലക്ട്രിക് ഫീൽഡ് എന്ത് തന്നെയാണ്, സെയിം ആണ്. സോ ഓൺ ദിസ് സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ്. സോ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. സോ E ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E closed surface integral ds is equal to Q divided by epsilon 0. Here the integral of ds means the total surface area, that is total surface area of the Gaussian surface of radius r. Since it is a sphere, the total area is 4 pi r square. So we can write E into 4 pi r square is equal to Q divided by epsilon 0. Rewrite this equation, we get E equal to 1 by 4 pi epsilon 0 Q divided by r square. So this is the equation for electric field at any point outside the shell. Okay, again we can rewrite this equation. We can substitute the value of Q. What is the charge given here? Because of the charge Q, it has a surface charge density sigma. We have a relation between the charge and its charge density. By the definition of surface charge density, sigma is equal to Q divided by A, charge per unit area. We can write sigma is equal to Q divided by A. Therefore, Q is equal to A into sigma. What is A here? The area on which the charge is given. ഇവിടെ നമ്മൾ ചാർജ് Q എന്ന് പറയുന്ന ചാർജ് കൊടുത്തിരിക്കുന്നത് ഈ സർഫസിലാണ്, അതിന്റെ റേഡിയസ് r ആണ്. അതുകൊണ്ട് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 pi r square ആയിരിക്കും. So you can write Q is equal to area is 4 pi r square into sigma. Substitute the value in the equation 1. So the equation 1 is changed into E is equal to, here you can substitute 4 pi r square. 4 pi cancelled.
So the remaining factor is r square sigma. So we get r square sigma divided by r square epsilon 0. So this is the equation for electric field outside in terms of surface charge density. So we got two equations for electric field outside. So we can take this is electric field out and this is the electric field out. Okay. When you look at the equation number 1, ഒന്നാമത്തെ ഇക്വേഷൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്. നമ്മൾക്ക് ഒരു ചാർജ്ഡ് സ്ഫിയറിന്റെ ഏത് ഒരു ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. And that point charge is concentrated at the center of the sphere. മനസ്സിലായോ? അപ്പോൾ ഔട്ട്സൈഡ് പോയിന്റിലാണ് ഒരു ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നിങ്ങളോട് കാണാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനൊരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ചാർജ് എവിടെയുള്ളതായി വിചാരിക്കുക? അതിന്റെ സെന്ററിൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഫോർ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 q by r square, where r is the distance from center of the sphere to the point. So that's all. So this is about electric field outside. Okay, and one more point here. From 1 and 2, it is clear that here it is clear that it is inversely proportional to what? R square. So we can say one of the important electric field outside is proportional to 1 by r square. That is E out is proportional to r raised to -2. So this is the dependence of electric field outside and the distance. It decreases when the distance increases. So electric field outside the spherical shell or conducting sphere decreases with the distance. Okay. Now we want to find the electric field on the surface of the spherical shell. On the surface means here is the point. Therefore we can say that this distance to the point small r is equal to capital R for the surface. So on the surface you can write small r equal to capital R. Okay, but when we are considering a Gaussian surface here, the charge inside the Gaussian surface remains the same, Q itself. So only thing changed is small r is changed to capital R. So we can take the equation for outside and substitute small r equal to capital R. Okay, ആകെ ഉണ്ടാവുന്ന മാറ്റം ഏത് മാത്രമാണ്? ഈ ഡിസ്റ്റൻസിലുള്ള മാറ്റം മാത്രമാണ്. പോയിന്റ് ഇവിടെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഗോസിയൻ സർഫസ് ഇതാണ്. അപ്പോൾ ചാർജ് ഇൻസൈഡ് ദ ഗോസിയൻ സർഫസ് ഏത് തന്നെയാണ്? Q തന്നെയാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്മോൾ ആറിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ കൊടുത്താൽ മതി. സോ ഈ സർഫസ് ഈസ് ഈക്വൽ ടു 1/4πε0 Q divided by capital R square. Here small r ന്റെ സ്ഥാനത്ത് capital R കൊടുത്തു കഴിഞ്ഞാൽ r square divided by capital R square cancel. So the answer is sigma divided by epsilon 0. So this is the equation for electric field on the surface. Okay. Okay. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ല് കണ്ടുപിടിച്ചു, ഓൺ ദ സർഫസ് കണ്ടുപിടിച്ചു. ഇനി ഒരു പോയിന്റ് കൂടിയുണ്ട്. ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ്. സോ ലെറ്റ് us കൺസിഡർ എ പോയിന്റ് ഹിയർ. P' എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യും. ആ പോയിന്റിലേക്കുള്ള ദൂരം ഫ്രം ദ സെന്റർ ഓഫ് ദ ഷെൽ r' ആണെന്ന് വിചാരിക്കും. നമുക്ക് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്, ഗോസസ് തിയറം അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. സോ ഞാൻ ഇവിടെ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു. എത്ര റേഡിയസ് ഉള്ളത്?
ഏത് ടൈപ്പ്? ഒരു സ്പെറിക്കൽ ഗോസിയൻ സർഫസ് തന്നെ. റേഡിയസ് എത്രയാണ്? r dash. അപ്പോൾ r dash റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഗോസിയൻ സർഫസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫ്ലക്സ് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E dot ds is equal to q enclosed divided by epsilon 0. Here E is the electric field, ds is the elemental area, and q enclosed is the charge enclosed by the Gaussian surface, and epsilon 0 is the constant. ഇവിടെ നമുക്ക് വേണ്ടത് ds വേണം. ds എന്ന് പറയുമ്പോൾ ഈ ഗോസിയൻ സർഫസിന്റെ മുകളിൽ കൺസിഡർ ചെയ്യുന്ന ഒരു എലമെന്റൽ ഏരിയ ആണ്. സോ ദിസ് ഈസ് ds. q enclosed എന്താണ്? ഈ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് ആണ്. ഇതാണ് സർഫസ്. ഉള്ളിൽ ചാർജ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം കൊടുത്ത ചാർജ് മുഴുവൻ എവിടെയാണുള്ളത്? സ്പെറിക്കൽ ഷെല്ലിന്റെ സർഫസിലാണുള്ളത്, ഗോസിയൻ സർഫസിന്റെ ഉള്ളിലല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് ഈസ് 0. സോ q enclosed എത്രയാണ്? q enclosed is equal to 0. Therefore this integration is reduced to E dot ds is equal to 0. This is the elemental area. It cannot be 0. Okay, then what is 0? Electric field is 0. So we can say that what is the electric field inside? Electric field inside is 0. So in the case of a charged spherical shell and also in the case of a charged conducting sphere, electric field inside is 0. So that's the very important point. So at any point here, 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 at every point or at any point inside the spherical shell, electric field is 0. So these are the result. In the case of electric field due to charged spherical shell or uniformly charged conducting sphere. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു ചാർജ് കണ്ടക്ടിങ് ഷെൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോയിന്റും സെയിം അല്ല, അല്ലേ? ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല ഓൺ ദ സർഫസ്, അതല്ല ഇൻസൈഡ്. സോ പോയിന്റ് ടു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ വേരിയേഷൻ കണ്ടുപിടിക്കണം വിത്ത് ഡിസ്റ്റൻസ്. സോ ദ നെക്സ്റ്റ് അവർ എയിം ഈസ് ടു ഫൈൻഡ് ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ്. So to find the variation, we take the equation for electric field outside, that is 1 by 4 pi epsilon 0 q divided by r square. From this it is clear that electric field outside is inversely proportional to the square of the distance. അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന്. And what is the electric field on the surface? That is equal to 1 by 4 pi epsilon 0 q divided by capital R square. And at every point on the surface, this value is a constant and it is the maximum value. So this is the maximum value. Inside the spherical shell, it is equal to 0. So is 0 and this is the maximum value. Thereafter it decreases with the distance. Okay, now we want to draw the graph for the variation of electric field. Electric field with the distance. You take, this is the center of the sphere, r equal to 0. And you just consider this is the surface, that is r equal to capital R. And all these points are outside, that is r is greater than capital R. From this point to this point, all the point in between these two points are inside the shell. What is the electric field inside? 0. From here to here, the electric field is 0. And this is the surface point, that is the point on the surface.
So at this point, electric field has its maximum value. So this is the electric field on the surface, ES. Thereafter, what happens to the electric field? It is inversely proportional to square of the distance. That means it decreases with the distance. So the electric field decreases with the distance, E out proportional to 1 by r square. So this is the graph showing the variation of electric field in the case of uniformly charged spherical shell or uniformly charged conducting sphere. So these are the important points related with the application of Gauss's theorem, that is the electric field due to uniformly charged conducting sphere or spherical shell. I think all of you understood the points. Thank you for watching the video.